പണം സാധാരണയായി നമ്മെ ആകർഷിക്കുന്നു, പിന്തുടരാറില്ല. സമ്പന്നനായിരിക്കുന്നത് പാപമാണോ? അല്ല. സമ്പത്തുള്ളതും സമ്പന്നനായിരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ സമ്പന്നർ ജാഗ്രതയുള്ളവരായിരിക്കും. അവർ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നും പണത്തിന് വേണ്ടി അല്ലെന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുമ്പോൾ ആവശ്യമുള്ള മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ചില സ്വത്തുക്കൾ കൈവശം വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ലൗകികരായി തീരാനും അതിനെ നിങ്ങളെ ലക്ഷ്യമാക്കി മാറ്റാനും ഒരിക്കലും അത് സമ്മർദ്ദം ചെലുത്തരുത്. സരിശുവാക്യങ്ങൾ 11:26. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലയിലോ അനുഗ്രഹം വരും. നിങ്ങൾക്കൊരു കൂട്ടം ഭൗതിക അനുഗ്രഹം ഉണ്ടായിരിക്കെ ആവശ്യമുള്ള ഒരാളെ നിങ്ങൾ കാണുകയും അവരുടെ നിലവിളിക്ക് ചെവി പൊത്തുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. സമ്പന്നർ സ്വർഗത്തിൽ പ്രവേശിക്കുക പ്രയാസകരമാണ്. ഇതിന് കാരണം ലോകത്തിലെ സമ്പന്നരിൽ പലരും സ്വർഗത്തിലല്ല, ഭൂമിയിലാണ് നിക്ഷേപം ശേഖരിക്കുന്നത്. പണം ഇതുവരെ ഒരു മനുഷ്യനെയും സന്തോഷിപ്പിച്ചിട്ടില്ല, ഇനി സന്തോഷിപ്പിക്കുകയുമില്ല. പണം ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് അത് നിങ്ങളെ കൊണ്ടെത്തിക്കും, എന്നാൽ അതിനെ നിയന്ത്രിക്കുവാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇന്ന് നിങ്ങൾ പണത്തെ വിശ്വസിക്കുവാൻ പോകുന്നുവോ, അതോ ഇന്ന് കർത്താവിനെ വിശ്വസിക്കുവാൻ പോകുന്നുവോ? ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.